മലയാള സിനിമ എക്കാലത്തെയും നാണക്കേടിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ പൗർണമി. കാരണം ലൈംഗിക അപവാദങ്ങൾ, അതിലേറ്റവും വലുത് മയക്കുമരുന്ന് പല നടന്മാരിൽ നിന്ന് മയക്കുമരുന്ന് പിടിക്കുകയും കഞ്ചാവ് കൊണ്ട് നടക്കുന്ന ആൾക്കാർ, വിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എൻ്റെ സെലിബ്രിറ്റികളെല്ലാം എൻ്റെ ഫ്രണ്ട്സാണെന്ന് പറയുന്ന ഒരു തരംതാണ ലെവലിലേക്ക് എത്തുകയും ചെയ്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ഒരു 2024-25 വർഷത്തിൽ നമ്മളത് ഒരുപാട് പ്രേക്ഷകർ കേൾക്കുകയും ഒരുപാട് പേര് കേസിൻ്റെ നിഴലിൽ പെടുകയൊക്കെ ചെയ്തു. അതിൽ ഏറ്റവും മുഖ്യനായിട്ട് നിന്ന, ഏറ്റവും അധികം വിമർശനങ്ങൾ കേട്ട ഒരു മനുഷ്യനായിരുന്നു ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ട് അദ്ദേഹം മലയാളിയെ ത്രസിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമ്പോഴും ഒരു സൈഡ് വഴി അദ്ദേഹം ഒരു MDMA അഡിക്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു കഞ്ചാവ് അഡിക്റ്റ് ആണ്, ഒരു അഹങ്കാരിയാണ്. അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂകളിൽ വിവാദ നായകനായിരുന്നു ഷൈൻ ടോം ചാക്കോ. വളരെയൊക്കെ മോശമായിട്ട് അവതാരകരോട് വരെ, റിപ്പോർട്ടേഴ്സിനൊക്കെ മോശമായിട്ട് പറഞ്ഞ് ഇറങ്ങിപ്പോവുകയും അഹങ്കാരത്തിന്റെ ഭാഷയിൽ ഇറങ്ങിപ്പോവുക ചെയ്ത ആ ഷൈൻ ടോം ചാക്കോ ഇന്ന് പുതിയൊരു മനുഷ്യനായിട്ട് ഒരു പുതുപുത്തൻ ഇന്റർവ്യൂ കൊടുത്തിരിക്കുന്നു. വിശ്വസിക്കാനേ ആവുന്നില്ല. ഭയങ്കര ഒരു ഡ്രാസ്റ്റിക് ചേഞ്ച് ഫീൽ ചെയ്തു. അതായത് എന്താ പറയാ, ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. കാരണം ആരും എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും ഒരു മജോറിറ്റി ഓഫ് ആളുകളും ഇത് അക്സെപ്റ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒരു പെട്ടെന്ന് ഇത്രയും റിക്കവർ ആവാനോ പറ്റണം എന്നില്ല. പക്ഷേ ഇത്രയും എല്ലാം സംഭവ വികാസങ്ങൾക്കൊടുവിൽ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു ഒരു ആക്സിഡൻറ്റിൽ, അതിനൊക്കെ ശേഷം ഇതൊക്കെ വളരെ ചെറിയൊരു പീരീഡിൽ സംഭവിച്ച മാറ്റങ്ങളാണ്. ആ ഒരു ചെറിയ കാലയളവ് കൊണ്ട് എനിക്ക് അത്ഭുതം തോന്നിയത് അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെയാണ്. നമ്മൾ ഇൻ്റർവ്യൂസിന് ഇപ്പോൾ ഓൺലൈൻ മീഡിയ ആയിക്കോട്ടെ, മെയിൻ സ്ട്രീം ആയിക്കോട്ടെ, ഇന്റർവ്യൂവിനൊക്കെ അദ്ദേഹം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുന്നതും ഒക്കെ വളരെ എന്താ പറയാ, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഈ ഇരിക്കുന്ന ആള് എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടാണ് മുന്നിൽ വന്നിരുന്നത് സംസാരിക്കുന്ന. ആരോടൊരു ബഹുമാനം ഇല്ല, എന്താണ് താൻ പറയുന്നതെന്നുള്ളൊരു ബോധമുണ്ടോ എന്ന് കേൾക്കുന്ന ഒരാൾക്ക് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ്. അതുപോലെ തന്നെ ഇരിക്കുന്ന ഗസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പോസ്റ്റ്, ആ രീതികളും എല്ലാം ചേഞ്ച് ആയിട്ട് അയ്യോ ഈ ആള് തന്നെ ആയിരുന്നു അത് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ഇപ്പൊ ലാസ്റ്റ് ആയിട്ടൊരു ഇന്റർവ്യൂവിൽ കാണാനിടയത്. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് തുറന്നു പറയുന്നുണ്ട്, അതിനകത്ത് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ശരിക അദ്ദേഹം തന്നെ അതിനകത്ത് പറയുന്നു, പലരും എന്നോട് പല കാര്യങ്ങളും പറയുമ്പോഴും ഞാനത് അംഗീകരിച്ചിരുന്നില്ല. അത് എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ അത് എൻ്റെ മിസ്റ്റേക്കാണ്, പക്ഷെ ഞാൻ അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ഞാനത് അംഗീകരിച്ചിരുന്നില്ല. പക്ഷേ ഇന്നത് മാറിയതിന് ശേഷം ആ ഒരു മോഡ്, ആ ഒരു ചേഞ്ച് എന്നിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഇപ്പോൾ പഴയ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഏതെങ്കിലും അവസ്ഥയിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മളെ ആരൊക്കെ എങ്ങനെയൊക്കെ വിമർശിച്ചാലും ആ വിമർശനങ്ങളെ ഒന്നും നമ്മൾ ചെവി കൊടുക്കണം എന്നില്ല. നമ്മൾക്ക് എങ്ങനെയാണോ ശരിയെന്ന് തോന്നുന്നു നമ്മൾ ആ ഒരു രീതിയിൽ അങ്ങ് പോകും. പക്ഷേ ഏതെങ്കിലും ഒരു പോയിന്റിൽ അത് തെറ്റായിരുന്നു എന്ന് തിരിച്ചറിവ്, അത് അഡ്മിറ്റ് ചെയ്യുക, അത് തിരുത്താൻ ശ്രമിക്കുക, അതൊരു വലിയ കാര്യം. അത് നമുക്ക് അഡ്മിറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തായാലും ഈ ഒരു നല്ല മാറ്റത്തെ വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും തന്നെയാണ് എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത്, അല്ലേ ശാരിക? അതെ, തീർച്ചയായിട്ടും. കാരണം ഷൈൻ ടോമിൽ നിന്ന് ഇങ്ങനൊരു മാറ്റം, കാരണം അവർ കടന്നു പോകുന്ന ട്രോമ എന്ന് പറഞ്ഞാൽ ചെറുതല്ല. ഷൈൻ ടോമിന്റെ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ആ ഫാമിലി വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ ആയിരുന്നു. ഇപ്രാവശ്യത്തെ കേസ് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കേസായിരുന്നു. സുൽത്താന എന്ന് പറയുന്ന ഒരു പെഡലറിന്റെ പേരിൽ അവർ ആരോപിച്ച കാര്യങ്ങൾ, അവിടെ ചാറ്റും, അങ്ങനെ ഭയങ്കരമായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയാതെ പിന്നെയും നമ്മൾ കുത്തിപ്പോകാനോ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിനുശേഷം ആരും പ്രതീക്ഷിക്കാതെ, കാരണം അദ്ദേഹം സമ്മതിക്കുന്നുണ്ടായി, ഞാൻ MDMA അഡിക്റ്റ് ആണ്, ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അദ്ദേഹം ഇതിന്റെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകാൻ തയ്യാറാകുന്നു. അങ്ങനെ ബാംഗ്ലൂരിൽ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് പോകുന്ന വഴി, അവിടെ തിരിച്ചു വരുന്ന വഴിയാണ് ഇവരുടെ കുടുംബം ആക്സിഡന്റിൽ പെടുന്നുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയത്, അതൊരു ഷോക്ക് തന്നെ. അത് ജീവിതത്തിൽ ടേണിങ്, ഈ നമ്മുടെ ജീവിതം കീഴ്മേൽ മറിയുക എന്ന് പറയുന്നൊരു അവസ്ഥയില്ലേ. കാരണം ഇതിനു മുമ്പ് ഷൈൻ പല തരം വിവാദങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിലും, ജയിലിൽ വരെ കിടന്നിട്ടുണ്ടെങ്കിലും, ഷൈൻ ഇപ്പോൾ പറയുന്നത് ആക്സിഡന്റ് അന്ന് എനിക്ക് വെറും ഒരു വാർത്ത മാത്രമായിരുന്നു. ജീവിതത്തിൽ ആക്സിഡന്റ് പറ്റി കിടക്കുമ്പോൾ സഹായത്തിന് വേണ്ടി ആ ബാംഗ്ലൂർ പാതയിൽ കിടക്കുമ്പോൾ റോഡിൽ നിന്ന് കേഴുന്നൊരവസ്ഥയുണ്ടായി, ഒന്ന് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണോ എന്ന് പറഞ്ഞ്. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ കടന്നു പോയപ്പോഴാണ് അതിൻ്റെ ഒരു വ്യാപ്തി ഷൈൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഷൈൻ പറയുന്നത്, ഇപ്പൊ തന്നെ നമ്മൾ ഷൈൻ്റെ ഇന്റർവ്യൂ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുമല്ലേ, പറഞ്ഞു എത്ര മനോഹരമായിട്ടാണ് സംസാരിക്കുന്നത്, എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട്. ശരിക്കും ഒരു മെയിൽ ആക്ടർ എങ്ങനെ, ഒരു ക്ലാസി ആയിട്ടുള്ള ആക്ടർ സംസാരിക്കുന്നു അല്ലെ. നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഷൈൻ ടോമിനെ ഇരുന്ന് വലിച്ചു കീറിയിട്ടുണ്ട്, ഇവിടെ നമ്മളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണ് നമ്മൾ ചെയ്തത്. കാരണം അയാൾ നല്ലൊരു ആക്ടറാണ്, ഒരുപാട് നല്ല പടങ്ങളും ഒരുപാട് നല്ല അഭിനയവും കാഴ്ചവെച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇതിന്റെ ഒരു പേരിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്ന ഓർത്ത് നമ്മുടെ ഇൻഡസ്ട്രിക്ക് കൂടെ, അതായത് നമ്മളൊക്കെ മലയാളം സിനിമ കാണുന്ന ആൾക്കാരാണ്, നമ്മൾ പുറത്തു പോയാലും മലയാള സിനിമ പ്രകീർത്തിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇയാൾ ഇതിനൊക്കെ ഒരു അപവാദമായിട്ടിരിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു അമർഷം, ഒരു മാധ്യമപ്രവർത്തകർ നമ്മളതിനെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ നമ്മൾ ഇത് പറയാതെ വയ്യ. ഇതേ ഷൈൻ ടോം ഒരിക്കൽ ഇറങ്ങിപ്പോയതാണ് മാധ്യമ പ്രവർത്തകനെ അപമാനിച്ചുകൊണ്ട്. അതേ ഷൈൻ ടോം ഇന്ന് അതേ മാധ്യമ പ്രവർത്തകന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് എത്ര മനോഹരമായിട്ട്, എത്ര വിനയാന്വിതനായിട്ട്, അതൊരു അഭിനയമല്ലെന്ന് തീർച്ചയായിട്ടും നമുക്കറിയാം. അതിൽ
പ്യൂർ ആയിട്ടുള്ള ആത്മാവിൽ നിന്നുള്ള സംസാരമാണ് നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാം. എത്ര മനോഹരമായിട്ട് സംസാരിക്കും. ഇത്രയും നന്നായിട്ട് സംസാരിക്കാൻ ഇദ്ദേഹത്തിന് അറിയാമായിരുന്നോ എന്ന് പോലും ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു രീതി. കറക്റ്റ്. അതായത് മറ്റത് ഭയങ്കരമായിട്ടും ആടി കുഴഞ്ഞുകൊണ്ടൊക്കെയുള്ള സംസാരമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷൈൻ ടോം എന്ന വ്യക്തിയെ ഈ ഫേമസ് ആയതുകൊണ്ടും ആക്ടർ ആയതുകൊണ്ടും തന്നെ മുൻപുള്ള ഒരുപാട് ഇന്റർവ്യൂസ് പ്രീവിയസ് ആയിട്ട് യൂട്യൂബിലൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള അഡിക്ഷൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മയക്കുമരുന്നിനോ മദ്യത്തിനോ ഒക്കെ അടിമയായിട്ടുള്ളവർക്ക് തങ്ങൾ എങ്ങനെയാണ് ആ ഒരു സമയത്ത് ബിഹേവ് ചെയ്യുന്നത് അല്ലെങ്കിൽ തങ്ങളുടെ ഒരു ഡെയിലി രീതി എന്താണെന്ന് മനസ്സിലാക്കാനും ഒക്കെ ഉള്ളവർക്ക് ഒരു നല്ല പാഠം കൂടിയാണ് ഈ ഷൈൻ ടോം എന്ന് പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തിന്റെ ആ ഒരു ചേഞ്ച് പഴയ 2 വീഡിയോയും ഇന്നത്തെ ഈ ഒരൊറ്റ വീഡിയോയും കൂടി എടുത്ത് നോക്കുമ്പോൾ തന്നെ വളരെ ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നതാണ്. ആ മാധ്യമപ്രവർത്തനോട് തന്നെ ഷൈൻ പറയുന്നുണ്ട്, ഇന്ന് വരെ ഒരു ആക്സിഡന്റ് അല്ലെങ്കിൽ ആരുടെയെങ്കിലും അമ്മയോ അച്ഛനോ മരിച്ചു എന്ന് പറഞ്ഞാൽ എനിക്കത് വെറും വാർത്ത മാത്രമായിരുന്നു. പക്ഷേ എൻ്റെ കൺമുന്നിൽ എനിക്കൊരവസ്ഥ അങ്ങനെ ഉണ്ടായപ്പോൾ ഞാൻ അവിടെ നിന്ന് കരയുമായിരുന്നു. ഞങ്ങളെ ആരെങ്കിലും ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ. ശാരിക സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ ആത്മാർത്ഥമായിട്ടാണ് അദ്ദേഹം അവിടെ സംസാരിച്ചത്. വളരെ മനോഹരമായിട്ടാണ് സംസാരിച്ചത് അല്ലേ? തീർച്ചയായിട്ടും നമുക്കത് കേട്ടിരിക്കാൻ തോന്നും, അത്രയ്ക്ക് സ്ഫുടതയോടുകൂടി. മറ്റേന്ന് പറഞ്ഞാൽ ഷൈൻ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വ്യക്തമല്ല, ഒന്നും വ്യക്തമല്ല, വളരെ പുച്ഛഭാവത. ഇതെല്ലാം അദ്ദേഹത്തെ സംസാരിപ്പിച്ചിരുന്നത് ലഹരിയായിരുന്നു. സത്യത്തിൽ അദ്ദേഹം ശരിയാണ്, അദ്ദേഹത്തിന് ഇതിൽ നിന്ന് മുക്തനാവാൻ വേണ്ടി ദൈവം അദ്ദേഹത്തിൽ നിന്ന് കവർന്നെടുത്തോണ്ട് പോയത് അദ്ദേഹത്തിന്റെ അച്ഛനെയാണ്, അദ്ദേഹത്തിന്റെ പിതാവിനെയാണ്, അദ്ദേഹത്തിന്റെ ഡാഡിയെയാണ്. അപ്പോൾ ഇപ്പോൾ സ്വന്തം മമ്മിയുടെ അടുത്താണ് പുള്ളി കട്ടിലിട്ട് കിടക്കുന്നതെന്ന് പറഞ്ഞ് പേടിച്ചിട്ട്. കാരണം മമ്മിയാണ് ഇതിന്റെ ട്രോമ ഏറ്റവും. കാരണം അവര് മറ്റേ എന്താ പറയുന്ന ഇരുമയും ഒരു മനസ്സും എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ 2 ഇണക്കുരുകളെ പോലെ നടന്ന ഡാഡിയും മമ്മി ആരെന്നാണ് ഷൈൻ്റെ വർത്താനത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ട്രോമയിൽ നിന്ന് മമ്മിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനി മമ്മിക്ക് പറ്റുമോ എന്നുള്ള പേടിച്ചിട്ടാവണം അദ്ദേഹം മമ്മിയുടെ അടുത്ത് തന്നെ കട്ടില കിടക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴൊക്കെ ഒരു കുടുംബസ്ഥനെയാണ് നമുക്കതിൽ കാണാൻ സാധിക്കുന്നത്. ഇത്ര ഇതിനു മുമ്പ് ഇയാൾ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ പോവുകയും ഇതിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നത് മറ്റുള്ളവരുടെ പ്രഷറിലായിരുന്നു. പക്ഷെ ഇന്ന് അത് സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുമ്പോൾ അതിന്റെ ഒരു നഷ്ടം, അതായത് ഷൈനിന്റെ ഈ ഒരു അഡിക്ഷൻ കാരണമാണല്ലോ, അതിന്റെ ഒരു സംഭവമായിട്ട് കണക്ട് ചെയ്താണല്ലോ സ്വന്തം പിതാവിന്റെ ജീവൻ പോലും ഈ പറയപ്പെടുന്ന ആക്സിഡന്റിൽ പെടുകയും നഷ്ടപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അതെല്ലാം ഒരു കാരണക്കാരൻ താനാണെന്നൊരു കുറ്റബോധം അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതോടൊപ്പം ഇതിൽ നിന്ന് മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അത് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. കാരണം ഇത്ര മനോഹരമായിട്ട് പ്രസന്റബിൾ ആയിട്ടൊരു മനുഷ്യൻ അതായത് ഈ ലഹരിക്ക് അഡിക്റ്റ് ആയിക്കൊണ്ട് അദ്ദേഹം വളരെ വൾഗറായിട്ട് സംസാരിക്കുകയും മറിച്ച് ആ ലഹരിയെ പൂർണ്ണമായിട്ട് ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹമായിട്ട്, അതായത് ഈ പറയുന്ന ഷൈൻ ടോമായിട്ട് സംസാരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു വ്യത്യാസം, അന്തരം ഏറ്റവും നന്നായിട്ട് മനസ്സിലാകുന്ന പ്രേക്ഷകർക്കായിരിക്കും അല്ലേ? തീർച്ചയായും. അതായത് ഇപ്പോഴത്തെ അദ്ദേഹത്തിന്റെ അഡിക്ഷൻ എന്ന് പറയുന്നത് റീഹാബ് തന്നെയാണ്, റീഹാബും സിനിമയുമാണെന്നാണ് പറയുന്നത്. ഒരുപാട് നല്ല സിനിമകൾ ഷൈനിന് ചെയ്യാൻ സാധിക്കട്ടെ. ഇത്രയും കാലം ഷൈൻ ഈ പറയപ്പെടുന്ന പോലെ മയക്കുമരുന്നിന്റെ സഹായത്തോടു കൂടി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമയെ ലഹരി അഫക്ട് ചെയ്തില്ലെന്ന് പറഞ്ഞാലും ഉറപ്പായിട്ടും ശരീരത്തിൽ എല്ലായ്പ്പോഴും ഉണ്ടല്ലോ ലഹരി. അപ്പൊ അത് തീർച്ചയായിട്ടും ആ ഒരു അഭിനയത്തിലും അത് പ്രതിഫലിച്ചിട്ടുണ്ടാവാം. പക്ഷേ ഇതിലും മികച്ച അഭിനയം അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. കാരണം ആ ഒരു കോൺഫിഡൻസ് അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പപ്പയുടെ ആത്മാവും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടാവും. തീർച്ചയായും നമ്മുടെ എല്ലാവരുടെയും മാധ്യമപ്രവർത്തകരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും. അതിനിടയ്ക്ക് അതിൽ താഴെ വന്നൊരു കമന്റ് നമ്മളെ തീർച്ചയായിട്ടും ചിന്തിപ്പിക്കുന്നതാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും ഒരു ട്രോമയിൽ പെട്ട് അതിൽ നിന്ന് മാറി സഞ്ചരിച്ച് നല്ല മനുഷ്യനാവാൻ ഒരു പുതിയ മനുഷ്യനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഇത് ട്രോളിക്കൊണ്ട്, അതായത് ഇന്റർവ്യൂ വന്നിട്ട് കുറച്ച് ദിവസമായുള്ളൂ, അപ്പോൾ ഇത് ട്രോളിക്കൊണ്ട് ദയവ് ചെയ്ത് നമുക്കും പറയാനുള്ളത് തന്നെയാണ്. ഇതിൽ പോസിറ്റീവായിട്ട് സോഷ്യൽ മീഡിയക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സൈബർ ബുള്ളിങ് ചെയ്ത് ഒരാളെ കൊല്ലാനും സൈബർ ചെയ്ത് ഒരാളെ നന്നാക്കാനും പറ്റും. അങ്ങനെ ആ ഒരു പേരുദോഷം ആ സോഷ്യൽ മീഡിയ മാറ്റാൻ ഒരു പക്ഷേ ഷൈൻ്റെ സംഭവം കൊണ്ട് ഉപകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ദയവ് ചെയ്ത് നമുക്കും പറയാനുള്ളത് തന്നെയാണ്, ഇത് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ ട്രോളുകയോ അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ സംസാരിക്കുകയോ ചെയ്യുക. കാരണം മനസ്സാണ്, മനുഷ്യരാണ്, മാറാം. ഒരുപാട് മാറ്റങ്ങൾ മലയാള സിനിമയിൽ കൊണ്ടുവരാം. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ഇനിയും ഷൈനിൽ നിന്ന് വരാം. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത്, മാറുന്ന മനുഷ്യനെ മാക്സിമം നല്ല നല്ല പോസിറ്റീവ് കാര്യങ്ങൾ, പോസിറ്റീവ് ട്രോളുകൾ ചെയ്ത് സഹായിക്കാൻ ശ്രമിക്കുക. അവരൊരിക്കലും ഇതുപോലെ സൈബർ ബുള്ളിങ് ചെയ്ത് തകർക്കാൻ ശ്രമിക്കാതിരിക്കുക.